മേഘ മാധവൻ കോഴിക്കോട് അർജുന്റെ വീടിന് സമീപത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘ, നമ്മൾ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ 11ാം ദിവസം വലിയൊരു അനിശ്ചിതത്വത്തിന്റെ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു. വലിയ മഴ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും നമുക്ക് വലിയൊരു ആശങ്കയുണ്ട്. സ്വാഭാവികമായും വീട്ടുകാരുടെ ആശങ്ക എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയായിരിക്കും. മേഘ. അഞ്ജന, ഈ പ്രതിസന്ധി എന്നത് ഈ കഴിഞ്ഞ 11 ദിവസമായി ആ വീട്ടുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം തിരച്ചിൽ 11ാം ദിവസം എത്തി നിൽക്കുമ്പോൾ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ വില്ലനായി നിൽക്കുന്നു. പക്ഷേ ആ കുടുംബം വേദന തിന്നുന്ന 11ാം ദിവസം കൂടിയാണ് ഇന്നത്തേത് എന്നതാണ് ഏറ്റവും സുപ്രധാനം. അർജുൻ തുടക്ക ദിവസങ്ങളിലൊക്കെ തന്നെയും അർജുൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും എന്ന പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണണം എന്ന പ്രതീക്ഷ മാത്രമാണ് ആ കുടുംബത്തിന് ഉള്ളത്. അർജുൻ എന്നാലും ആരോഗ്യവാനായി തന്നെ മടങ്ങി വരും എന്ന് കുടുംബം പറഞ്ഞു വെക്കുന്നു. കേരളം ഒന്നാകെ അർജുനു വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആ വേദന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവരുടെ കുടുംബം തന്നെയാണ്. അതിനൊപ്പം ഭീകരമായ സൈബർ ആക്രമണം കൂടി ആ കുടുംബം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വേദന തിന്ന് തൻ്റെ മകനെ കാത്തു നിൽക്കുന്ന ഒരു കുടുംബം മറ്റൊരു തരത്തിൽ ക്രൂരമായി സൈബർ ഇടങ്ങളിൽ വേട്ടയാടപ്പെടുന്നു. ഏതായാലും സൈബർ പോലീസിൽ അർജുൻ്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി മന്ത്രി മുഹമ്മദ് റിയാസ് അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട് സന്ദർശിച്ചിരുന്നു. ഏറെ നേരം വീട്ടുകാരുമായി സംസാരിച്ചാണ് മന്ത്രി അവിടെ നിന്നും മടങ്ങിയത്. അപ്പോൾ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മന്ത്രി കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതായത് നിയമപരമായ എല്ലാ നടപടികളും ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾക്കെതിരെ ഉണ്ടാവണം എന്നതാണ്. അതിനൊപ്പം നമ്മുടെ തിരച്ചിൽ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ എല്ലാ തരത്തിലുള്ള സഹായവും പിന്തുണയും അത് നൽകുന്നുണ്ട് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അർജുൻ്റെ കുടുംബത്തിന് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണം ഗൗരവപരമായി തന്നെ എടുക്കണം എന്നും മന്ത്രി സൂചിപ്പിച്ചു. മനുഷ്യപ്പറ്റില്ലാത്ത ഇത്തരം നടപടിക്കെതിരെ കൂടുതൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഏറെ നേരം രാത്രി 9 മണിയോടുകൂടിയാണ് മന്ത്രി എത്തിയത്. ഏറെ നേരം കുടുംബത്തിനൊപ്പം കഴിഞ്ഞു, അവരെ ആശ്വസിപ്പിച്ചു. അതിനുശേഷമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ നിന്നും മടങ്ങുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി വളരെ ബോൾഡായി കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആ സംസാരത്തിന് പുറത്ത് മാത്രമാണ് ഈ തിരച്ചിലൊക്കെ തന്നെയും ഇത്രയും ഊർജിതമാക്കിയത്. അതിനൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. കുടുംബം വലിയ പ്രയാസത്തിലും വേദനയിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഇപ്പോൾ. തിരച്ചിൽ ദുഷ്കരമാണ്, പ്രതിസന്ധിയാണ് എന്ന് പറയുമ്പോഴും അവരുടെ പ്രതീക്ഷയ്ക്ക് ഏതെങ്കിലും വകയുണ്ടോ എന്നതാണ് ആ കുടുംബം ഇപ്പോഴും ചോദിക്കുന്നത്. ഏതായാലും അർജുൻ 11 ദിവസം തിരച്ചിൽ നടക്കുമ്പോഴും അർജുൻ മടങ്ങി വരും എന്നൊരു പ്രതീക്ഷ അവർക്ക് എവിടെയോ ബാക്കി നിൽക്കുന്നുണ്ട്.